ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ കർഷകർക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നും ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ബജറ്റിൽ പരിഗണന ലഭിച്ചില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചു. അഗ്നിവീർ പദ്ധതിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായും വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം തുടർച്ചയായി കുറഞ്ഞുവരുന്നതായി സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. ബജറ്റ് രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായി BJP MP സുരേഷ് കുമാർ കശ്യപ് പറഞ്ഞു. രാജ്യത്ത് 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് ഇതുവരെ നടപ്പാക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തൃണമൂൽ MP സാകേത് ഗോഖലെ രാജ്യസഭയിൽ വിമർശനമുന്നയിച്ചു. ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവം പാർലമെന്റിൽ ചർച്ചയായി. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJPയും കോൺഗ്രസും ആവശ്യപ്പെട്ടു. ഡൽഹി സർക്കാരിന്റെയും നഗരസഭയുടെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നും BJP MP ബൻസുരി സ്വരാജ് ആവശ്യപ്പെട്ടു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. ഇത്തരം കോച്ചിംഗ് സെന്ററുകൾ നടത്താൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരും അപകടത്തിന് ഉത്തരവാദികളാണെന്ന് സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവ് പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ബെൽജിയൻ താരം ജൂലിയൻ കരാഗിയെ 21-19, 21-16 പരാജയപ്പെടുത്തി. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം നാളെ ഇന്തോനേഷ്യൻ സഖ്യത്തെ നേരിടും. ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രിസ്റ്റോ സഖ്യം ജാപ്പനീസ് സഖ്യവുമായി പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയൻ സഖ്യത്തെയാണ് ഇരുവരും നേരിടുക. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളെ നിരാശപ്പെടുത്തി 10 മീറ്റർ എയർ റൈഫിൾസ് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ അർജുൻ ബബുതയ്ക്ക് 4ാം സ്ഥാനം മാത്രമാണ് നേടാനായത്. വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡാൽ 7ാം സ്ഥാനത്തായി നിരാശപ്പെടുത്തി. എന്നാൽ 10 മീറ്റർ എയർ റൈഫിൾസിൽ മനു ഭാക്കർ സരബ്ജോത് സഖ്യം വെങ്കല മെഡലിനുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി. അതേസമയം അമ്പെയ്ത്ത് റീകർവ് പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര, തരുൺദീപ് റായ്, പ്രവീൺ ജാദവ് സഖ്യം തുർക്കിയോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് കോഴിക്കോട് സ്വദേശിയായ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അതേസമയം രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ഭേദമാക്കാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി. 56 മരുന്നുകളുള്ള ഒരു ബോക്സാണ് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം VPS ഹെൽത്ത് കെയർ മുൻകൈയെടുത്ത് സംസ്ഥാനത്തെത്തിച്ചത്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വടക്കൻ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. മഴ ശക്തമായ സാഹചര്യത്തിൽ തൃശൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 8 മണിക്ക് ഉയർത്തുമെന്നും വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് ഓഗസ്റ്റ് 2 വരെ പാലക്കാട് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കോഴിക്കോട് കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ജലനിരപ്പ് 757.50 മീറ്ററിലെത്തുന്ന മുറയ്ക്ക് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂരിലും കനത്ത മഴ തുടരുന്നു. മലയോരത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത്. കേളകം ശാന്തിഗിരിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നാളെ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മഷി പുരട്ടുക. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 1 ജില്ലാ പഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.